മക്കൾക്കും അവാർഡ് ദാനം നടക്കുന്ന ഏറെ ആദരിക്കപ്പെട്ട ഒരു സദസ്സിലാണ് നാം എന്നുള്ളത്. അല്ലാഹു ഈ സദസ്സിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പൂർത്തിയാക്കി അതിൽ വിജയം നേടിയെത്തിയിരിക്കുന്ന ഫൈറൂസ ഫാത്തിമ എന്ന വിദ്യാർത്ഥി, അതേപോലെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 6236ഓളം ആയത്തുകൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു മാണിക്യക്കല്ല് പോലെ സൂക്ഷിക്കുന്ന ഹാഫിലത്തുകളായ ആസിയ, 2 ആയിഷമാർ ഈ വിദ്യാർത്ഥികളെ ആദരിക്കുന്നൊരു വേദിയാണ്. ഐസിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ശ്ലാഘനീയമായൊരു നിമിഷമാണ്. ഒരുപക്ഷെ ചിലയിടത്തൊക്കെ നമ്മൾ കാണുന്നത് ഹാഫിലത്തുകളെ ആദരിക്കുന്ന വേദികൾ നമ്മൾ കാണാറുണ്ട്. ഹാഫിലത്തുകൾക്ക് വലിയ സ്ഥാനവും മഹത്വം നൽകുന്ന വേദികൾ കാണാറുണ്ട്. ചില വേദികൾ നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ നല്ല മാർക്ക് നേടി വിജയിച്ച SSLC പരീക്ഷ അല്ലെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷകളിൽ പാസ്സായവരെ അഭിനന്ദിക്കാൻ വേണ്ടിയുള്ള വേദികൾ കാണാറുണ്ട്. പക്ഷെ ഐസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തീരുമാനം മുമ്പോട്ടെടുക്കുന്നത് സമൂഹത്തിൽ ഈ 2 വിദ്യാഭ്യാസത്തിന്റെയും ആവശ്യകത അത് എത്രത്തോളം അനിവാര്യമാണ് എന്ന് ബോധിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. ഇത് 2ഉം സമൂഹത്തിന് ആവശ്യമാണ്. ഇത് 2ഉം സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വിദ്യാഭ്യാസമാണ് എന്ന ഒരു ലക്ഷ്യം നമ്മൾ ഐസിയുടെ ഈ പ്രോഗ്രാമിലൂടെ മുന്നിൽ വെക്കുകയാണ്. ഇത് 2ഉം സമന്വയിക്കുമ്പോഴാണ് ഒരു സമൂഹം വലിയ പുരോഗതിയിലേക്ക് എത്തുക. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു തലമുറയുടെ സംസ്കാരമാണ്. ഒരു തലമുറയുടെ സംസ്കാരത്തിന് കാരണമായി തീരുന്ന ഒന്നാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം ചില അറിവുകൾ ഇങ്ങനെ തലച്ചോറിൽ കുത്തിനിറയ്ക്കുന്നതിന്റെ പേരല്ല. വാലറ്റത്ത് പേരിന്റെ വാൽത്തുമ്പിൽ ഇങ്ങനെ കുറെ അക്ഷരങ്ങൾ ഇങ്ങനെ വെച്ചുപിടിപ്പിക്കുന്നതിന്റെ പേരല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് നമ്മൾ ആത്മീയമെന്ന് വിലയിരുത്തട്ടെ, ഭൗതികമെന്ന് വിലയിരുത്തട്ടെ, ഏത് വിദ്യാഭ്യാസമാണെങ്കിലും അത് വെറുതെ ഇങ്ങനെ പേപ്പറിൽ കാണുന്നതിന്റെയോ ഫയലിൽ കാണുന്നതിന്റെയോ പേരല്ല വിദ്യാഭ്യാസം. മറിച്ച് വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു സംസ്കാരമാണ്. ഒരു മനുഷ്യന്റെ ഉള്ളിൽ നന്മകൾ നിറയ്ക്കുന്ന ഒരു വലിയ പ്രതിഭാസത്തിന്റെ പേരാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അവൻ സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ളവനായി തീരണം. അവന് സമൂഹത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാക്കുന്നവനായി തീരണം. സമൂഹത്തിലുള്ള ഘടനകളും ബാധ്യതകളും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ, ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കാനാണ് അക്ഷരാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ എത്രയോ ആളുകളെ കാണുന്നുണ്ട്, എത്രയോ ഡിഗ്രികൾ നേടിയ ആളുകൾ, എത്രയോ പേരിന്റെ തുമ്പത്ത് ഡിഗ്രികൾ, പേരിന്റെ മുൻഭാഗത്ത് ഡിഗ്രികൾ ഇങ്ങനെ വെച്ച് വെക്കുന്ന എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ മൂല്യാധിഷ്ഠിതമായൊരു വിദ്യാഭ്യാസം പലപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു പുതിയ കാലത്ത്, ഇന്ന് പഴയ കാലം പോലെയല്ല, വിദ്യാഭ്യാസത്തിന് ഒരുപാട് സാധ്യതകൾ ഇന്ന് തുറന്നു കിടക്കുന്ന കാലമാണ്, അനന്തമായ സാധ്യതകൾ. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കണം, യാതൊരു മൂല്യങ്ങളുമില്ലാത്ത, ധാർമ്മികതകളില്ലാത്തൊരു സമൂഹം നമുക്കിടയിൽ വളരുന്നുണ്ട്. ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മെഡിക്കൽ കോളേജിലെ സർജൻ വിഭാഗമായിരുന്ന PG വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്, ആത്മഹത്യ ചെയ്തു. എത്ര വിദ്യാഭ്യാസമുണ്ട്, നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, PG 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തു. അതിന്റെ കാരണമായി പ്രതിയായി പിടിക്കപ്പെട്ടത് അതേ കോളേജിൽ തന്നെ പഠിക്കുന്ന നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ്, ഡോക്ടറാകാൻ വേണ്ടി പോകുന്ന ഒരു ചെറുപ്പക്കാരനാണ്. മരണത്തിന്റെ കാരണം വളരെ വലിയ സ്ത്രീധനം ചോദിച്ചു എന്നതിന്റെ പേരിലാണ്. വലിയ സ്ത്രീധനം ചോദിച്ചു, അവരെ കൊണ്ട് വഹിക്കാൻ കഴിയാത്ത ഭാരമുള്ള സ്ത്രീധനം ചോദിച്ചപ്പോ അത് സഹിക്കാൻ കഴിയാതെ ഡോക്ടർ ഷഹന എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണ്. മനസ്സിലാക്കണം, 2-3 വർഷങ്ങൾ കഴിഞ്ഞാൽ ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ നല്ലൊരു ഡോക്ടറായി തീരും.
തീരും, ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു ഡോക്ടറായി തീരും. പക്ഷെ പൈസയോടുള്ള ആഗ്രഹവും ആർത്തിയും മൂത്തപ്പോ അതൊരു കുടുംബത്തിന്റെ നഷ്ടമുണ്ടാകുന്ന, ജീവിതത്തിന്റെ അവസാനം വരെയും ഖേദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ധാർമ്മികതയുള്ള വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൊട്ടാരക്കരയിലെ താലൂക്ക് ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടർ ഒരു യുവ ഡോക്ടറെ ഒരാൾ കുത്തി പരിക്കേൽപ്പിച്ച് കൊന്നുകളഞ്ഞു. ആ മനുഷ്യനൊരു ഗുണ്ടയായിരുന്നില്ല, ആ പ്രതി ഒരു വാടക കൊലയാളിയൊന്നുമല്ല, ഒരു സർക്കാർ സ്കൂളിലെ അധ്യാപകനായിരുന്നു. കുട്ടികൾക്ക്, ചെറിയ മക്കൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു അധ്യാപകൻ കത്തി ഉയർത്തുന്ന കൊലപാതകയായി തീരുന്ന ഒരു നിമിഷം. ഇതിലൊരു വിദ്യാഭ്യാസം എന്നുള്ളത് തലയിൽ ഇങ്ങനെ കുത്തിനിറയ്ക്കാനുള്ള ഏതെങ്കിലും വിവരങ്ങളുടെ പേരല്ല, വിവരശേഖരണമല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതൊരു ധാർമ്മികതയാണ്. ഇത് നമ്മുടെ ഇവിടെ അവാർഡ് വാങ്ങിക്കുന്ന വിദ്യാർത്ഥിനികൾ ഫൈറൂസ, അതേപോലെ ആസിയ, ആയിഷമാർ, ഇവരോട് ഞാൻ സൂചിപ്പിക്കുന്നത് ഏത് വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ, പക്ഷെ ഈ വിദ്യാഭ്യാസം നേടിത്തരേണ്ടത് നല്ല മൂല്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കണം, നല്ല ധാർമ്മികത ഉണ്ടാക്കി തീർക്കണം. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. സമൂഹത്തിന്റെ നന്മയെ കരുതാൻ നമുക്ക് കഴിയണം. അബ്ദുൽ യസീദ് ബിസ്താമി എന്ന് പറയുന്ന ഒരു മഹാൻ നമുക്ക് മുമ്പേ ജീവിച്ചു പോയിട്ടുണ്ട്. മുൻഗാമികളുടെ കൂട്ടത്തിൽ, താബിഈങ്ങളുടെ കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠനായ നല്ല പണ്ഡിതനായ മനുഷ്യനാണ് അബ്ദുൽ യസീദ് ബിസ്താമി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തെ സംബന്ധിച്ചൊരു സംഭവം പറയുന്നുണ്ട്. നമ്മൾ പഠിക്കണം ധാർമ്മികത എന്താണ്, മൂല്യങ്ങൾ എന്താണ് ജീവിതത്തിൽ എന്ന് പഠിപ്പിക്കുക. അബ്ദുൽ യസീദ് ബിസ്താമി റഹിമഹുല്ലാഹ് വൃദ്ധനായ സമയത്ത് ഊന്നുവടി ഉപയോഗിച്ചാണ് നടക്കുക. ഈ ഊന്നുവടി ഉപയോഗിച്ച് ഇങ്ങനെ നടന്ന് പള്ളിയിലെ ജമാഅത്തിന് വേണ്ടി എത്തി ഈ വടി ഇങ്ങനെ ഒരു ഭിത്തിയിൽ ഇങ്ങനെ ചാരി വെച്ചിട്ട് അദ്ദേഹം ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. അതേ സമയത്ത് മറ്റൊരു വൃദ്ധൻ, ആ സമയത്ത് അദ്ദേഹം ഒരു ഊന്നുവടി കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന്റെ വടിയുടെ അടുക്കൽ ചാരി വെച്ചു. നമസ്കാരമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയില് ഈ വടി താങ്ങിപ്പോയി, ഈ വടി താഴ്ന്നു പോയി. അബ്ദുൽ യസീദ് ബിസ്താമിയുടെ ഊന്നുവടി ഇങ്ങനെ വീണ് അദ്ദേഹത്തിന്റെ വടി, രണ്ട് വടിയും നിലത്ത് വീണു. രണ്ട് ഊന്നുവടിയും നിലത്ത് വീഴുകയുണ്ടായി. ഈ സമയത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം നോക്കുമ്പോൾ ഇദ്ദേഹം കാണുന്ന കാഴ്ച, ആ വൃദ്ധനായ മനുഷ്യൻ വളരെ കഷ്ടപ്പെട്ട് ത്യാഗപ്പെട്ട് താഴെ കിടക്കുന്ന തന്റെ ഊന്നുവടി എടുത്ത് കുത്തിപ്പിടിച്ച് വളരെ വിഷമത്തോടെ നടന്നു നീങ്ങുന്നത് ഇദ്ദേഹം കണ്ടു. അബ്ദുൽ യസീദ് ബിസ്താമി റഹിമഹുല്ലാഹ് തന്റെ ഊന്നുവടി പിടിച്ച് ആ ഊന്നുവടിയും കൊണ്ട് ഇദ്ദേഹത്തിന്റെ പിറകെ നടന്നു. വേച്ച് നടക്കുന്ന അദ്ദേഹത്തിന്റെ പിറകെ അതേ ഈ ദൗർബല്യങ്ങളും പ്രായത്തിന്റെ വാർദ്ധക്യത്തിന്റെ ദൗർബല്യമൊന്നും പരിഗണിക്കാതെ ഇദ്ദേഹം പിന്നിൽ നടന്നു. പിന്നിലെത്തിയിട്ട് വീടിന്റെ അടുത്തെത്താറായപ്പോ അദ്ദേഹത്തെ പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ വടി അറിയാതെ താങ്കളുടെ ഊന്നുവടിയിൽ തട്ടി താങ്കളുടെ ഊന്നുവടി നിലത്ത് വീണതിൽ ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുക. ഒരുപക്ഷെ ഞാൻ പോലും അറിയാതെ സംഭവിച്ച ഒരു ബുദ്ധിമുട്ട് അങ്ങ് അനുഭവിക്കുന്നത് ഞാൻ കണ്ടു. എന്റെ ഊന്നുവടിയുടെ പേരിൽ അങ്ങ് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് കണ്ടപ്പോ അതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം നോക്കുമ്പോ ആ നാട്ടിലെ ഏറ്റവും വലിയ പണ്ഡിതനായ ഒരു മനുഷ്യൻ ഒരു ചെറിയ കാര്യത്തിന് നമ്മളൊരു പക്ഷെ അതൊരു മോശമായി വീഴ്ചയായി നമ്മൾ കാണാറില്ല, നമ്മളത്രയും ഗൗരവം കൊടുക്കുന്ന ഒരു വിഷയമല്ല. പക്ഷെ ആ വിഷയത്തിന് പോലും തന്റെ അടുക്കൽ വന്ന് മാപ്പ് ചോദിക്കുന്നത് കണ്ടപ്പോ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഇതിലൂടെ ധാർമ്മികത എന്താണെന്ന് പഠിപ്പിക്കുക. വിദ്യാഭ്യാസം കുറെ അക്ഷരങ്ങളല്ല, കുറെ ഫയലുകളല്ല, കുറെ പേപ്പറുകളല്ല, മറിച്ച് അതിനുമപ്പുറം ധാർമ്മികതയുള്ള മൂല്യങ്ങളുള്ള ഒരു സംസ്കാരം ഉണ്ടാക്കുന്ന ഒരു തലമുറ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസങ്ങൾ അങ്ങനെയാകണം. അതിനുവേണ്ടി നമ്മുടെ മക്കളെ നമ്മൾ പാകപ്പെടുത്താൻ തയ്യാറാകണം. കുറെ ഡിഗ്രികൾ ഇങ്ങനെ സമ്പാദിക്കലല്ല, അവർ കുറെ ഇൻകം ഉണ്ടാക്കി തരലല്ല, കുറെ സമ്പാദ്യം ഉണ്ടാക്കുന്ന നല്ല ജോലികളിലേക്ക് അവരെ ചേർത്തുവിടലല്ല, മറിച്ച് മൂല്യമുള്ളൊരു സമൂഹം ഉണ്ടാകണം. സംസ്കാര സമ്പന്നരായ ഒരു തലമുറ നമ്മുടെ മക്കളായി വളർന്നു വരണം എന്ന ചിന്താഗതി വിദ്യാഭ്യാസത്തെ രംഗത്തിനൊക്കെ തീർച്ചയായും ഉണ്ടായിത്തീരും. അതുകൊണ്ട് ആ രൂപത്തിൽ നല്ല ചിട്ടകളുള്ള ഒരു സമൂഹം ഉണ്ടാകണമെന്ന് ഖുർആൻ പറയുന്നത്.
നന്മയെ ക്ഷണിക്കുന്ന, നന്മയെ ലോകത്ത് പരിലസിപ്പിക്കുന്ന, നല്ല ഗുണങ്ങളുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, സമൂഹത്തെ തിരിച്ചറിയാൻ കഴിയുന്ന നല്ല സമൂഹമുണ്ടാകട്ടെ എന്ന് ഖുർആൻ പറയുകയാണ്. അങ്ങനെയുള്ള നല്ല കുടുംബങ്ങൾ ഉണ്ടാകണം, അങ്ങനെയുള്ള നല്ല തലമുറകൾ ഉണ്ടാകണം, അങ്ങനെയുള്ള നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകണം. നമ്മുടെ കുട്ടികൾക്കെല്ലാം നല്ല ബുദ്ധിയാണ്, നല്ല മികച്ച ബുദ്ധിയുള്ള IQ ലെവലുള്ള നല്ല കുട്ടികൾ നമുക്കിടയിലുണ്ട്. ഇവിടെ ബാലുകേറാമല എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പറയുന്ന സിവിൽ എക്സാം പാസ്സായ ഒരു വിദ്യാർത്ഥി ഫൈറൂസ ഫാത്തിമ എന്ന് നമ്മുടെ മുമ്പിൽ മാതൃകയാണ്. വലിയ വലിയ കടമ്പകൾ കടന്നിട്ടാണ് ആ എക്സാം പാസ്സാകുന്നത്. ഏകദേശം രാജ്യത്ത് 13 ലക്ഷം ആളുകളാണ് ആ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷകൾ കൊടുക്കുക. 13 ലക്ഷം വിദ്യാർത്ഥികൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയാണ്. അതിന്റെ ഓരോ കടമ്പകളും കടന്ന് അതിന്റെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഒന്നാമതെത്തുന്ന വെറും 1000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക. 1000-ഓളം ലക്ഷങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഫൈറൂസ ഫാത്തിമയെ പോലെയുള്ള വിദ്യാർത്ഥികൾ. നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിയാണ്. അതേപോലെ മറുഭാഗം ഹാഫിലത്തുകളായ മക്കൾ അല്ലാഹു തആല ഭൂമി ലോകത്തേക്ക് ലോക മനസ്സാക്ഷിയുടെ മുമ്പിൽ അവരുടെ മാർഗനിർദ്ദേശനത്തിന് വേണ്ടി ഇറക്കിയ വിശുദ്ധ ഗ്രന്ഥം 6234 ആയത്തുകളായിട്ട് ഇങ്ങനെ പരന്ന് നിറഞ്ഞു കിടക്കുമ്പോ അതിനെയെല്ലാം ഹൃദയത്തിന്റെ ഉള്ളില് ഒരു മാണിക്യ ചെപ്പിലിങ്ങനെ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരും ഏറ്റവും ബുദ്ധിമതികളാണ്. ഏറ്റവും നല്ല ബുദ്ധിയുള്ളവർക്ക് മാത്രമേ അല്ലാഹുവിന്റെ ഖുർആനിനെ ഹിഫ്ള് ചെയ്യാൻ കഴിയുകയുള്ളൂ. നമ്മുടെ അടുത്ത് ജൗഹറ ഇസ്ലാമിക് അക്കാദമി എന്ന് പറയുന്ന, ഗേൾസ് അക്കാദമി എന്ന് പറയുന്ന, ഞാനതിന്റെ ഷൂറയിലുള്ള ആളാണ്. ആ മദ്രസയിൽ നിന്നും ഹാഫിലത്തുകളായ 3 മക്കൾ ഇതിൽ നല്ല ബുദ്ധിയുള്ളവരാണ്. നല്ല ബുദ്ധിയുള്ള സമൂഹം നമുക്കിടയിലുണ്ട്. നല്ല IQ ലെവലുള്ള കുട്ടികൾ നമുക്കിടയിലുണ്ട്. ഇതിലുള്ളവരെ ബുദ്ധിയുള്ള കുട്ടികളെ നമുക്ക് വേണം. അതിനേക്കാൾ ഉപരി നന്മയുള്ള കുട്ടികളെ നമുക്കുണ്ടാകണം. നല്ല നന്മയുള്ള കുട്ടികൾ ഉണ്ടാകണം. സയ്യിദ് ബിൻ ഹാരിസ എന്ന് പറയുന്ന പ്രവാചകന്റെ അനുചരൻ വലിയ പണ്ഡിതനാണ്. സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. നമ്മൾ മനസ്സിലാക്കണം ഒരു ചരിത്രം. അദ്ദേഹം ഇങ്ങനെ കുതിരപ്പുറത്തേക്ക് കയറുകയാണ്. യാത്ര ചെയ്യാൻ വേണ്ടി കുതിരപ്പുറത്ത് കയറിയപ്പോ 10-12 വയസ്സുള്ള ബാലൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഓടിപ്പോയി അദ്ദേഹത്തിന്റെ കുതിരയുടെ കടിഞ്ഞാണിൽ പിടിച്ചു. അദ്ദേഹത്തിന് വഴി കാണിക്കാൻ വേണ്ടിയാണ്. അധ്യാപകനോടുള്ള സ്നേഹത്തിന്റെ ആദരവിന്റെ പേരില് ആ കടിഞ്ഞാണിൽ പോയി ഇബ്നു അബ്ബാസ് പിടിക്കുന്നു. സയ്യിദ് ബിൻ ഹാരിസ കുതിരപ്പുറത്തിരിക്കുകയാണ്. ഇദ്ദേഹം കടിഞ്ഞാണിൽ പോയി പിടിച്ചു. ഉസ്താദിനോടുള്ള ആദരവിന്റെ ബഹുമാനത്തിന്റെ പേരിൽ പിടിക്കുക. തന്റെ ഗുരുനാഥനാണ്, തന്റെ അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ ആ കടിഞ്ഞാണിൽ പോയി പിടിച്ചിരിക്കുക. നമ്മൾ മനസ്സിലാക്കണം, ഈ സംഭവം നമ്മൾ കേൾക്കുന്നത് ഈ കേരളത്തിലാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കലാലയം മഹാരാജാസ് കോളേജിലെ ഒരു വനിതാ പ്രിൻസിപ്പലിന്റെ കസേരയെടുത്ത് റോഡിലിട്ട് കത്തിച്ച് പ്രതിഷേധിച്ച ഒരു തലമുറ വളർന്നു വരുന്ന കേരളത്തിലാണ് നമ്മൾ ഈ ചരിത്രം പറയുന്നത്. നമ്മളിത് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അധ്യാപകന് എന്ത് വില കൊടുക്കുന്നു എന്ന്, എന്ത് മൂല്യമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒരു തിരിച്ചറിവിലില്ലാതെ വളർന്നു വരുന്ന ഒരു സമൂഹം പഠിക്കേണ്ട ചരിത്രമാണ്. സയ്യിദ് ബിൻ ഹാരിസയുടെ കടിഞ്ഞാണിൽ പിടിക്കുന്ന ഇബ്നു അബ്ബാസ്. പക്ഷെ ഇബ്നു അബ്ബാസ് ആകട്ടെ പ്രവാചക കുടുംബത്തിൽ അംഗമാണ്, അഹ്ലു ബൈത്താണ്. അതുകൊണ്ട് സയ്യിദ് ബിൻ ഹാരിസ പറഞ്ഞു, ഇബ്നു അബ്ബാസ് നീ കടിഞ്ഞാണിൽ നിന്ന് പിടിവിടുക, അത് നല്ലതല്ല, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് തന്റെ ശിഷ്യനോട് പറയുകയാണ്, കടിഞ്ഞാണിൽ നിന്ന് പിടിവിടുക. ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഞങ്ങളിലെ മുതിർന്നവരോട്, ഞങ്ങളിലെ ഗുരുനാഥന്മാരോട് ഇങ്ങനെ ചെയ്യണമെന്നാണ് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നാണ് ഞങ്ങളോട് പറയപ്പെട്ടിട്ടുള്ളത്. ഞങ്ങളത് ചെയ്യുകയാണ്. റെസ്പെക്ട് ചെയ്യാനാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളുള്ളവരെ സയ്യിദ് ബിൻ ഹാരിസ ആ ആകൃത കണ്ടപ്പോ ഇബ്നു അബ്ബാസിന്റെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടൊന്ന് ചുംബിച്ചിട്ട് പറഞ്ഞു, ആ അഹ്ലു ബൈത്തിനോട്, പ്രവാചക കുടുംബത്തോട് ഇങ്ങനെ മര്യാദ കാണിക്കണമെന്നാണ് ഞങ്ങളെയും പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സംഭവത്തിൽ 2 ചിത്രങ്ങൾ കാണാൻ കഴിയും. തന്റെ ഗുരുനാഥനോടുള്ള ബഹുമാനവും റെസ്പെക്ട് നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ കടിഞ്ഞാണിൽ പിടിക്കുന്ന ഒരു ശിഷ്യന്റെ ചിത്രം, ഒരു ശിഷ്യനെ അതേ രൂപത്തിൽ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു അധ്യാപകന്റെ ചിത്രം. ഇതിനുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം, നല്ല ധാർമ്മികതയുള്ള ഒരു
ഒരു സമൂഹത്തെ വാർത്തെടുക്കാനാണ് വിദ്യാഭ്യാസ രംഗങ്ങൾ ഉപയോഗപ്പെടുത്തുക. ആ രൂപത്തിലാണ് നമ്മുടെ മക്കളെ ഏറ്റവും നല്ല മൂല്യങ്ങളുള്ളവരായി വളർത്തിയെടുക്കേണ്ടത്. ഐസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അൽഹംദുലില്ലാഹ് ഏറ്റവും മനോഹരമായ രൂപത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഐസിയുടെ കീഴിൽ നടത്തപ്പെടുന്നുണ്ട്. ഒരുപാട് സേവനപരമായി ഒരു മനുഷ്യന്റെ കണ്ണുനീരെത്തുക എന്ന് പറയുന്ന ഏറ്റവും പ്രിയപ്പെട്ട വഴികളിലൂടെ ഈ സംഘം ഇങ്ങനെ മുമ്പോട്ട് കൊടുക്കുക. എല്ലാ രൂപത്തിലും ആഴ്ചകളിലുള്ള ഖുർആൻ ക്ലാസുകൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ മറ്റ് മക്കൾ, ചെറിയ മക്കൾ, പ്ലസ്ടൂലുള്ള മക്കൾ, അവരുടെയൊക്കെ വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തില് അവരുടെ മുമ്പോട്ടുള്ള വളർച്ചയുടെ വിഷയത്തിൽ ശ്രദ്ധിക്കുക. അങ്ങനെ സമൂഹത്തിലെ നാനാ തുറകളിലേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് ഐസിയെ സംബന്ധിച്ചിടത്തോളം. വളരെ ശ്ലാഘനീയമാണ്, വളരെ അഭിനന്ദനീയമാണ് അവരുടെ ഈ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇതിലുള്ളവരെ പരിശുദ്ധ ഖുർആനിൽ അവരിങ്ങനെ ആഴ്ചകളോളം നടത്തുന്ന ഖുർആൻ ക്ലാസ്സിലൂടെ ഈ പറയുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രതിവാരമുള്ള ആഴ്ചകളിൽ നടക്കുന്ന ക്ലാസ്സുകളിൽ വളരെ കൃത്യമായി പങ്കെടുത്തുകൊണ്ട് അവരുടെ വിഷയങ്ങളിൽ അവരെ അതിനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പരിശുദ്ധ ഖുർആനിൽ അവർ പഠിച്ച സൂറത്താണ് മതത്തെ നിഷേധിക്കുന്നവനാരാണ്. മതത്തെ നിഷേധിക്കുന്നവനാരാണ്. മതത്തെ നിഷേധിക്കുന്നവനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് അവൻ നമസ്കാരം ഉപേക്ഷിക്കുന്നവനാണ് എന്നല്ല, അവൻ നോമ്പ് ഉപേക്ഷിക്കുന്നവനാണ് എന്നല്ല. മതത്തെ നിഷേധിക്കുന്നവൻ നമ്മൾ പരിഗണിക്കേണ്ട കുറെ ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട്. ആ പരിഗണിക്കേണ്ടവരെ പരിഗണിക്കാതിരിക്കുന്നതാണ് മതത്തിന്റെ നിഷേധം എന്ന് പറയുന്നത്. പരിഗണിക്കേണ്ടവരെ പരിഗണിക്കാത്തതാണ് മതത്തിന്റെ നിഷേധം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ പാവപ്പെട്ടവരായ, അനാഥകളായ, സാധുക്കളായ, അപലരായ ആളുകളെ സഹായിക്കുക എന്നുള്ളത് വലിയ പ്രവർത്തനമായി ഐസിയെ മുന്നോട്ട് വെക്കുന്ന അവരുടെ അഭിനന്ദനീയമായ നിമിഷങ്ങളാണ്. അതുകൊണ്ട് ഇത്തരത്തിലൊരു വേദിയിൽ തീർച്ചയായും നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന വിദ്യാഭ്യാസ രംഗത്ത്, അത് സിവിൽ സർവീസ് ആകട്ടെ, അത് ഖുർആനിന്റെ ഹാഫിലുകളാകട്ടെ, ഇതെല്ലാം സമൂഹത്തിന് ആവശ്യമായി ഒരുപക്ഷെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇത് രണ്ടും ഉണ്ടാകുന്ന ഒരു ഉമ്മത്തിനും ഉണ്ടാകണം. ഈ രണ്ട് വിദ്യാഭ്യാസങ്ങളെയും സമന്വയിപ്പിച്ച് സമൂഹത്തിന് വഴി നടത്താൻ കഴിയുന്ന നല്ല മക്കളിന് സമൂഹത്തിൽ ഉണ്ടാകണം. ഐസിഎക്ക് അങ്ങനെയുള്ള മക്കളെ ആദരിക്കാനും അർഹതപ്പെട്ട ബഹുമാനം കൊടുക്കാനും കഴിയണം എന്നൊക്കെയാണ് നമ്മളിവിടെ ആഗ്രഹിക്കുന്നതും ആശിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇവിടെ അതിഥിയായി വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട അതിഥികൾ ഇവിടെ എത്തിച്ചേരും ഇൻഷാ അല്ലാഹ്. അതിഥികൾ ഇവിടെ എത്തിച്ചേരും ഇൻഷാ അല്ലാഹ്. ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അവാർഡ് ദാന ചടങ്ങുകളുടെ മറ്റുമൊക്കെ വളരെ പ്രതീക്ഷയോടെ നിങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. ഇവിടെയാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും ഇവിടെ ആഗ്രഹിച്ചെത്തിയത്. ഇതിവിടെ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ആദരവിനെ, അവർക്ക് കിട്ടുന്ന ബഹുമാനത്തിന് നേരിൽ കാണാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ എല്ലാ രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന വലിയൊരു പരിശ്രമമാണ്, വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ മക്കൾ ഇങ്ങനെയായി തീരുക എന്നുള്ളത്. ഇതിലൂടെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ രാപ്പകലുകളോളം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ രക്ഷകർത്താക്കൾ. ഇത് നമ്മുടെ അതേപോലെ നമ്മുടെ മക്കളുടെ പ്രായത്തിലുള്ള 2-3 കുട്ടികൾ ഇവിടെ വന്ന് ഇന്ന് അവാർഡ് വാങ്ങിക്കുക. അതുപോലെ ഇതെല്ലാം നമുക്കൊരു മാതൃകയാണ്, ഇതെല്ലാം നമുക്കൊരു ചൂണ്ടുപലകയാണ്. നമ്മുടെ മക്കളും ഈ സമൂഹത്തിൽ വളർന്നു വരുന്നവരാണ്. നമ്മുടെ മക്കളെയും ഖുർആനിന്റെ ഹാഫിലുകളാക്കണം, നമ്മുടെ മക്കളെയും ഖുർആനിന്റെ ആലിമ്യങ്ങളാക്കണം. നമ്മുടെ മക്കളെ ഇതുപോലെ നല്ല നല്ല സിവിൽ സർവീസുകൾ, എക്സാമുകളിൽ പങ്കെടുപ്പിച്ച് അവർക്ക് നല്ല മാർക്കുകൾ വാങ്ങിക്കൊടുത്ത് നല്ല യോഗ്യതയുള്ളവരാക്കി അവരെ നമുക്ക് മാറ്റാൻ കഴിയണം. അതിനുവേണ്ടി നമ്മുടെ സമയങ്ങളെ ആ രൂപത്തിൽ നന്നായി പ്ലാൻ ചെയ്തുകൊണ്ട്, ഇതൊന്നും ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായിത്തീരുന്ന കാര്യമല്ല. ഇതൊന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു കുടുംബത്തിൽ തീരുമാനമാകുന്ന കാര്യമല്ല. ഇതെല്ലാം വർഷങ്ങളോളം നീണ്ട അവരുടെ ആഗ്രഹത്തിന്റെ, പ്രയത്നത്തിന്റെ, പ്ലാനിങ്ങിന്റെ ഭാഗമായി സംഭവിക്കുന്ന റിസൾട്ടുകളാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ഒരു സദസ്സിൽ ഇതിനെ പങ്കെടുക്കുമ്പോൾ ഈ സദസ്സിൽ നിന്നും നേടിയെടുക്കേണ്ട നമ്മുടെ സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ ആ രൂപത്തിൽ പാകപ്പെടുത്തി എടുക്കാനുള്ള പ്ലാനിങ് വളരെ നേരത്തെ നമുക്ക് തുടങ്ങണം.
വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ മക്കളുടെ പ്ലാനുകൾ നമ്മൾ ചെയ്യണം. സാധാരണയായി ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്, ഒരു പെണ്ണ് ഗർഭിണിയാകുന്ന സമയത്ത് തന്നെ ആ മനുഷ്യന്റെ നെയ്യത്ത് അവരുടെ നെയ്യത്തായിരിക്കും ഏറ്റവും നന്നായി പ്രയോജനപ്പെടുക. അതായത് മക്കളെ എവിടെ നിന്നാണ് വളർത്തിയെടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവരുടെ ഗർഭകാലഘട്ടത്തിൽ നിന്ന് തന്നെ അവരെ നമുക്ക് പാകപ്പെടുത്തിയെടുക്കാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ ശ്രദ്ധയും ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടി ഈ പറയുന്ന രൂപത്തിൽ സംസ്കാര സമ്പന്നരായ ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസങ്ങൾക്ക് കഴിയണം. നമ്മുടെ വീട്ടിലെ നല്ല തർബീയത്തുകൾക്ക് കഴിയണം. നമ്മുടെ വീട്ടിലെ നല്ല ശ്രദ്ധകൾക്ക് കഴിയണം. നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു സംഭവമാണ് സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രനുണ്ട്. പ്രവാചകന്റെ കൊച്ചുമകനാണ്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകനാണ് സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ. അത് മദീനയിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. മദീനയിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ജനാസ ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുതുകിലൊരു തഴമ്പ് ആളുകൾ കണ്ടു. മുതുകില് ഒരു തഴമ്പ് ഇങ്ങനെ കാണുകയാണ്. അദ്ദേഹത്തെ അവര് കുളിപ്പിച്ചു. അതിന്റെ രഹസ്യം എന്താണെന്ന് അറിയില്ല. ആ മയ്യത്തിനെ, ആ ജനാസയെ കുളിപ്പിച്ചവരുടെ കബറടക്കം നടത്തി. പക്ഷെ പിന്നീടുള്ള 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മദീനയിലെ 100 കണക്കിന് വീടുകൾ പട്ടിണിയിലായിപ്പോയി. മദീനയിലെ 100 കണക്കിന് വീടുകൾ പട്ടിണിയിലായിപ്പോയി. കാരണം എല്ലാ ദിവസവും പ്രഭാതത്തിൽ അവരുടെ വീടിന്റെ വാതിൽക്കൽ കൊണ്ട് ആരോ ഭക്ഷണ ചാക്ക് കൊണ്ട് വെക്കുമായിരുന്നു, ഭക്ഷണ സഞ്ചികൾ കൊണ്ട് വെച്ചിട്ട് പോകുമായിരുന്നു. പക്ഷെ പിന്നീട് ഒരു സുപ്രഭാതം മുതൽ അത് കാണാനില്ല എന്നതിന്റെ പേരിൽ മദീനയിലെ 100 കണക്കിന് വീടുകൾ പട്ടിണിയിലായി പോയൊരു ചരിത്രമുണ്ട്. ഇതിലൊരു സൈനുൽ ആബിദീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വന്തം ചുമലിലിങ്ങനെ ചുമന്നുകൊണ്ട് ആ ചാക്കുകൾ ഭക്ഷണ പൊതികൾ കൊണ്ട് ഓരോ വീടിന്റെയും മുഖതാവിൽ കൊണ്ട് വെക്കുന്നതായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മക്കള് ഈ സംസ്കാരത്തിലേക്കാണ് എത്തേണ്ടത്. ഈ ധാർമ്മികതയുള്ള, സമൂഹത്തെ സംബന്ധിച്ച് ക്ഷേമമറിയുന്ന, സമൂഹത്തിന്റെ പൾസ് മനസ്സിലാക്കുന്ന, പ്രതിബദ്ധതയുള്ള ഒരു സമൂഹമായി നമ്മുടെ മക്കൾ മാറണം, നമ്മുടെ തലമുറകൾ മാറണം. വിദ്യാഭ്യാസങ്ങൾ അതിനുവേണ്ടിയാകട്ടെ. വെറുതെ കുറെ അറിവുകൾ കുത്തിനിറയ്ക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻകം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പേരിന്റെ അറ്റത്ത് കുറെ അക്ഷരങ്ങൾ വെച്ചുപിടിപ്പിക്കാനോ അല്ല നമ്മുടെ വിദ്യാഭ്യാസങ്ങൾ നമുക്ക് ഉപകരിക്കേണ്ടത്. മറിച്ച് ഏറ്റവും നല്ല സംസ്കാരമുള്ളവരായി നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാൻ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് കഴിയണം. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന് കഴിയണം. പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ചുമതല അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുക. ധാർമ്മിക മൂല്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കപ്പെടണം. ധാർമ്മിക മൂല്യമുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടായിത്തീരണം. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഇടയിൽ ഈ പറയുന്ന മയക്കുമരുന്നിന്റെ ലഹരിയുടെ ഉപയോഗം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഉപയോഗിക്കുന്ന തലമുറ ഇന്ന് നമുക്കിടയിലുണ്ട്. വളരെ രഹസ്യമായും പരസ്യമായും ഉപയോഗിക്കുന്ന വലിയൊരു തലമുറ ഇന്ന് നമുക്കിടയിലുണ്ട്. അതിന് സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുക. ഇനി നമുക്കിടയിൽ കാണിക്കപ്പെടുന്ന സിനിമകൾ അതിനെ പ്രമോട്ട് ചെയ്യുന്നില്ല. സിനിമകളിലൂടെ പ്രമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിങ്ങനെ കാണിക്കപ്പെടുകയാണ്. അതിന്റെ ആസ്വാദനവും അതിന്റെ സന്തോഷവും അതിന്റെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കപ്പെടുമ്പോൾ നമ്മുടെ മക്കളെ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മക്കൾ നമുക്കിടയിലുണ്ട്. ഇതിലൂടെ അവിടെ നിന്നെല്ലാം നമ്മുടെ മക്കളെ നല്ല ധാർമ്മികതയുള്ളവരാക്കി, നല്ല മൂല്യങ്ങളുള്ളവരാക്കി, സമൂഹത്തിന്റെ ഉപകാരപ്പെടുന്നവരാക്കി മാറ്റുക എന്നുള്ളത് വലിയ ജോലിയാണ്, വലിയ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് ഖുർആനിന്റെ താല്പര്യമാണ്. അങ്ങനെ ഒരു സമൂഹം ഉണ്ടായിത്തീരണമെന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ശ്രമങ്ങൾ, നമ്മുടെ പരിശ്രമങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും അതിനുവേണ്ടിയായിത്തീരണം. ഇന്നിവിടെ ഷെയ്ഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അംഗങ്ങളുണ്ട്, ICA അംഗങ്ങളുണ്ട്, മറ്റൊരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. ഇവരെല്ലാം നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് ചാരിറ്റിയോടൊപ്പം വിദ്യാഭ്യാസത്തെ നന്നാക്കുക എന്നുള്ളത്. വിദ്യാഭ്യാസ രംഗത്തും നല്ല മുതൽക്കൂട്ടുണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് തീർച്ചയായും ഒരു തലമുറയുടെ ഏറ്റവും നല്ല സംസ്കാരം
ഉണ്ടാക്കിയെടുക്കാനുള്ള വഴിയാണ് ഈ പറയുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ, ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്താൻ തീർച്ചയായും നമുക്ക് കഴിയണം. നമ്മുടെ കൂട്ടത്തിൽ നല്ല നല്ല ഹാസ്യങ്ങൾ ഉണ്ടാകണം. നമ്മുടെ കൂട്ടത്തിൽ നല്ല നല്ല ഖുർആനിന്റെ വക്താക്കൾ ഉണ്ടാകണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കൂട്ടത്തിൽ നല്ല നല്ല SSLC പരീക്ഷകൾ നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികൾ ഉണ്ടാക്കണം. നീറ്റ് എക്സാമിൽ നല്ല റാങ്ക് നേടുന്ന കുട്ടികൾ ഉണ്ടാക്കണം. അതിങ്ങനെ പഠിച്ച് ഈ പറയുന്നത് പോലെ സിവിൽ സർവീസ് പരീക്ഷകളൊക്കെ പാസ്സാകുന്ന നല്ല മക്കൾ നമുക്കിടയിൽ ഉണ്ടാകണം. ഒരുപക്ഷെ ഒരു കാലത്താണ് ആത്മീയ വിദ്യാഭ്യാസമെന്നും ഭൗതികമെന്നൊക്കെ പറഞ്ഞ് ഇതിന് രണ്ടായി തരംതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഭൗതികമാണ്, അത് പഠിച്ചാൽ ഭൗതികം മാത്രമേ കിട്ടുകയുള്ളൂ. ഇത് ആത്മീയമാണ്, ഇത് പഠിച്ചാലേ സ്വർഗത്തിൽ പോകാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ ഒരു ചിന്താഗതിയുടെ പേരിലാണ് പലപ്പോഴും ഈ സമൂഹത്തിന്റെ ഉള്ളിൽ ഒരുപാട് ബുദ്ധിജീവികൾ ഉണ്ടായിട്ടും ബുദ്ധിമതികളായ ബുദ്ധിമാന്മാരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിട്ടും ഒരുപക്ഷെ ഇതൊന്നും ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയത് ഇത്തരത്തിലുള്ള ചില ചിന്താഗതികളുടെ പേരിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിദ്യാഭ്യാസത്തെ പരിചയപ്പെടുത്തിയത് അൽ ഇൽമു ഇൽമാൻ, വിദ്യ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. വിദ്യാഭ്യാസം രണ്ട് രൂപത്തിലാണ്. പ്രവാചകൻ ആത്മീയമെന്നോ ഭൗതികമെന്നോ അല്ല പഠിപ്പിച്ചത്. അൽ ഇൽമു നാഫിഉ വൽ ഇൽമു നാർ. ഒന്നാമത്തെ വിദ്യാഭ്യാസം ഒന്ന് പ്രയോജനപ്പെടുന്ന അറിവാണ്, സ്വന്തത്തിന് പ്രയോജനപ്പെടുന്നു, എന്നെ നന്മയിലേക്ക് നയിക്കാൻ കഴിയുന്ന, എന്നെ ഏറ്റവും നല്ല മൂല്യങ്ങളിലേക്ക് നയിക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസമായിരിക്കണം. അതേതുമാകട്ടെ, എന്റെ സമൂഹത്തെ സേവിക്കാൻ കഴിയുന്ന, എന്റെ വാർത്തയെയും ഉമ്മയെയും ബഹുമാനിക്കാൻ കഴിയുന്ന, എന്റെ സഹോദരങ്ങളോടുള്ള ബന്ധങ്ങളെ നന്നായി സൂക്ഷിക്കാൻ കഴിയുന്ന, എന്റെ ചുറ്റുപാടുമുള്ള സഹജീവികളോട് ഏറ്റവും മാന്യമായി പെരുമാറാൻ കഴിയുന്ന, പ്രയോജനപ്പെടുന്ന അറിവ് സമ്പാദിക്കലാണ് ഒന്നാമത്തെ അറിവെന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ഒന്നാമത്തെ ഘട്ടമത. രണ്ടാമത്തത് റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഒരിക്കലും പ്രയോജനപ്പെടാത്ത അറിവ്. അത് പേപ്പറിൽ മാത്രമേ കാണുകയുള്ളൂ. അത് പേരിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഡിഗ്രിയായി തെളിഞ്ഞു നിൽക്കുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് സമൂഹത്തിൽ പ്രയോജനപ്പെടില്ല, അത് കുടുംബത്തിൽ പ്രയോജനപ്പെടില്ല, അത് വ്യക്തിജീവിതത്തിലും പ്രയോജനപ്പെടില്ല. രണ്ട് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചാണ് അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത് ഏത് വിദ്യാഭ്യാസം നേടുന്നതാകട്ടെ, അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുമെങ്കിൽ അല്ലാഹുവിനെ ജീവിതത്തിൽ അനുസരിക്കുവാനും അടിമകളെ സേവിക്കാനും കഴിയുന്നതാണെങ്കിൽ അത് പ്രയോജനപ്പെടുന്ന അറിവാണ്. അത് മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന അറിവാണ്. പക്ഷെ ദുനിയാവിൽ വെച്ച് ഏത് വിദ്യാഭ്യാസമാണ്, ഒരുപക്ഷെ ഖുർആനിന്റെ ഹാഫിലായിരിക്കും, നന്നായി ഖുർആൻ ഇങ്ങനെ ഓടുന്ന ആളായിരിക്കും, പക്ഷെ അത് സമൂഹത്തിൽ ഉപകാരപ്പെടുന്നില്ലെങ്കിൽ അയാളെ കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും വലിയ പരാജിതനാരാണെന്ന് അറിയുന്നു, ഏറ്റവും വലിയ പരാജിതൻ. നിങ്ങൾ പറഞ്ഞു, മുൻഗാമികളിലെ പരാജിതൻ സാലിഹ് നബിയുടെ ഒട്ടകത്തെ അറുത്തവനാണ്. സാലിഹ് നബിയുടെ ഒട്ടകത്തെ അറുത്തവനാണ്. മുൻഗാമികളിലെ പരാജിതൻ അലിയെ നിന്നെ വധിക്കുന്നവനായിരിക്കും, നിന്നെ കൊല്ലുന്ന നിന്റെ ഘാതകനായിരിക്കും പിൻഗാമികളിലെ ഏറ്റവും മോശപ്പെട്ടവൻ. നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ ഘാതകൻ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. കാഫിറായിരുന്നില്ല, തെമ്മാടിയായിരുന്നില്ല, ഫാസിഖായിരുന്നില്ല. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം നല്ല ഹാഫിളായിരുന്നു, ഖുർആനിന്റെ ഏറ്റവും മികച്ച അധ്യാപകനായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ശമ്പളത്തിന് ജോലി ചെയ്ത ഖുർആനിന്റെ അധ്യാപകന്റെ പേരാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. അയാള് ആളുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു, ഖുർആനിന്റെ സേവകനായിരുന്നു, ശമ്പളം മേടിക്കുമായിരുന്നു. പക്ഷെ ജീവിതത്തിൽ ആ ഖുർആൻ അയാളുടെ തൊണ്ടയ്ക്ക് താഴേക്ക് ഇറങ്ങിയില്ല. അതിങ്ങനെ പാരായണമായി നിന്നു, അതിങ്ങനെ ഓർമ്മയിൽ മാത്രം സൂക്ഷിച്ചു. ഹൃദയത്തിലേക്ക് ഇറങ്ങാത്ത ഖുർആനായി പോയ മനുഷ്യൻ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ഒരു സുബഹിയുടെ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ കടാര കൊണ്ട് കൊത്തിവീഴ്ത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ഈ പിൻഗാമികളിലെ ഏറ്റവും വലിയ പരാജിതൻ അലിയുടെ ഘാതകനായിരിക്കുമെന്നാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസം ഏതുമാകട്ടെ, അത് നമ്മളെ നന്നാക്കാൻ കഴിയുന്ന, അല്ലാഹുവിനെ പഠിപ്പിക്കാൻ കഴിയുന്ന, സമൂഹത്തെ സേവിക്കാൻ കഴിയുന്ന പ്രതിബദ്ധതയുള്ളൊരു സമൂഹമായി തീരാൻ നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് അനുവദിക്കണമെങ്കിൽ അതിന്റെ പേര് ഇൽമുൻ നാഫിഅ്. അതുകൊണ്ട് പറഞ്ഞു
ഇൽമുൽ അവസ്ഥ എന്താണെന്ന് അറിയുന്നു. അത് നാവിൽ മാത്രമേ കാണുകയുള്ളൂ. അത് നാവ് കൊണ്ട് പറയാൻ മാത്രമേ ഉണ്ടാകുള്ളൂ. അയാളെ കൊണ്ട് സമൂഹത്തിൽ ഒരു ഗുണമുണ്ടാകില്ല, ഒരു പ്രയോജനം ഉണ്ടാകില്ല. ഇന്ന് എത്രയോ ആളുകളുണ്ട് നമുക്കിടയിൽ ഈ പറയുന്ന IAS ഓഫീസർമാരായി IPSകാരായി നമ്മളെ സേവിക്കുന്ന എത്രയോ ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷെ ഏറ്റവും നന്നായി സേവിക്കുന്നവരെ കാണാൻ കഴിയും. അതൊരു ചുമതല പോലെ ശമ്പളത്തിനപ്പുറം വാങ്ങുന്ന കാശിനപ്പുറം ഏറ്റവും മനോഹരമായി നമ്മളെ നോക്കുന്ന പരിപാലിക്കുന്ന ആളുകളെ കാണാം. പക്ഷെ നേരെ മറിച്ചും ഈ പറയുന്ന ധാർമ്മികതകളെ, ഈ പറയുന്ന മൂല്യങ്ങളെ മുഴുവൻ നഷ്ടപ്പെടുത്തി കളയുന്ന ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ കഴിയും. ഇതിനുള്ളത് എവിടെയാണ് ഈ അറിവ് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത്? ഇത് പ്രയോജനപ്പെടും. ഈ അറിവ് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഈ അറിവ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. കാരണം ഇത് സ്വന്തം നല്ലതിനു വേണ്ടി, നന്മയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞതുപോലെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന അറിവാണ് വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഈ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ച നേട്ടം വരിച്ച നമ്മുടെ വിദ്യാർത്ഥിനികളെ ആദരിക്കാൻ വേണ്ടിയാണ്, അവർക്ക് അർഹതപ്പെട്ട ബഹുമാനം കൊടുക്കാൻ വേണ്ടിയാണ്. കാരണം അവർ സമൂഹത്തിൽ ആ അർഹതയ്ക്ക് അർഹതപ്പെട്ടവരാണ്, ബഹുമാനിക്കപ്പെടാൻ അർഹതപ്പെട്ടവരാണ്. കാരണം എത്രയോ ദിനരാത്രങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചതിന്റെ, ത്യാഗം ചെയ്തതിന്റെ ഒരു ഫലമാണ്, ഒരു റിസൾട്ടാണ് ഇവിടെ നൽകപ്പെടാൻ പോകുന്നത്. എത്രയോ രാത്രികളിൽ അവർ ഓതിയ ഖുർആൻ ഷരീഫിലൂടെയാണ് അവർ ഹാഫിളുകളായി തീർന്നത്. എത്രയോ രാത്രികളിൽ അവരിങ്ങനെ കാണാതെ പഠിച്ച്, ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ചത് പഠിച്ച എത്രയോ പാഠഭാഗങ്ങളാണ് ഇന്റർവ്യൂ നടത്തി അവരിങ്ങനെ പരീക്ഷകൾ എഴുതി ഇന്ന് സിവിൽ സർവീസിൽ പാസ്സായിരിക്കുന്നത്. അവരുടെ വലിയ ത്യാഗമാണ്. അതിനുള്ള കൃത്യമായ അർഹതപ്പെട്ട അംഗീകാരമൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ബഹുമതി ഇന്ന് നമ്മൾക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് അവരോട് നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ജീവിതത്തിൽ നല്ല മൂല്യങ്ങളുള്ളവരായി, നല്ല സംസ്കാര സമ്പന്നരായി മാറാൻ നമുക്ക് കഴിയണം. നമ്മൾ മറ്റുള്ളവരെ പേടിയില്ല. മൗഢന്മാരുടെ കൂട്ടത്തിൽ മൗഢത്വം കാണിക്കാൻ പാടില്ല. അവിവേകം കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ അവിവേകം കാണിക്കാൻ പാടില്ല. നിങ്ങൾ വിവേകികളാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങൾ സമൂഹത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് നടന്നു കയറി വന്നവരാണ്. ആരുടെയും കൈപിടിച്ചിട്ടില്ല. നിങ്ങൾ ആരെയും സ്വാധീനം ചെലുത്തിയിട്ടില്ല. നിങ്ങളുടെ സ്വന്തം കഴിവും ത്രാണിയും പ്രാപ്തിയും അല്ലാഹുവിന്റെ നിങ്ങളിലുള്ള തൗഫീഖും ഒത്തുചേർന്നപ്പോൾ നിങ്ങൾ ഏറ്റവും സമൂഹത്തിൽ ഉന്നതരായി തീർന്നത്. നിങ്ങൾ വിവേകികളായി തീരണം. നിങ്ങൾ സംസ്കാര സമ്പന്നരായി തീരണം. നിങ്ങൾ കുടുംബത്തിലെ മാതൃക വനിതകളായി തീരണം. ഇന്ന് കാലഘട്ടത്തിന് വേണ്ടത് നല്ല മാതൃകയുള്ള വനിതകളെയാണ്. നല്ല വനിതകളുണ്ടായി തീരലാണ് ഇന്ന് കാലഘട്ടത്തിന്റെ ആവശ്യം. ഒരു സ്ത്രീയുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകൾ അവളുടെ തലമുറകളെ ബാധിക്കുമെന്ന് പറഞ്ഞതുപോലെ ഒരു സ്ത്രീ ഒരു മാതൃകാ വനിതയായി തീരുമ്പോൾ, ഒരു സ്വാലിഹത്തായി തീരുമ്പോൾ അവളിലൂടെ ഉണ്ടായിത്തീരുന്ന തലമുറയ്ക്കും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ സംസ്കാര സമ്പന്നയായി തീരണം. നിങ്ങൾ കുടുംബത്തിന് ഏറ്റവും നല്ല മാതൃകയായി തീരണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ ഈ സമൂഹത്തിന് സേവനം അനുഷ്ഠിക്കുന്നവരായി തീരണം. കാരണം നിങ്ങൾ പഠിച്ച വിദ്യാഭ്യാസം, സിവിൽ സർവീസ്, അത് ഈ ഉമ്മത്തിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ ഉമ്മത്തിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയുള്ളതാണ്. ഉമ്മത്തിന് സേവനം നൽകാൻ വേണ്ടിയുള്ളതാണ്. അതാ സേവന പാതകൾ നിങ്ങൾക്ക് മുന്നോട്ട് ഗമിക്കാൻ കഴിയണം. നിങ്ങൾ പഠിച്ച വിശുദ്ധ ഖുർആൻ ലോകത്തോട് വെക്കുന്ന സന്ദേശവും ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ്, ആളുകളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ്. പ്രധാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബിലാൽ ഇബ്നു റബാഹ് എന്ന് പറയുന്ന അടിമ ചുണ്ടുകളൊക്കെ കറുത്ത് കടിച്ച് മുടിയൊക്കെ പാടി പറഞ്ഞ് മൂക്കൊക്കെ ചപ്പി ഒട്ടിയ ഒരു കറുത്ത മനുഷ്യനായ അടിമ ബിലാൽ ഇബ്നു റബാഹ് ഒരു വിലയുമില്ലായിരുന്നു. സമൂഹത്തിൽ ഒരു വിലയുമില്ലായിരുന്നു. സമൂഹത്തിൽ ഒന്നുമായി അദ്ദേഹത്തെ ഗണിച്ചിരുന്നില്ല. ഒരു ബന്ധം പോലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒട്ടകത്തിന്റെ കാഷ്ടത്തിന്റെ മൂത്രത്തിന്റെ ഇടയിൽ കിടന്ന് തൊഴുത്തിൽ കിടന്ന് വളർന്ന മനുഷ്യന് ബിലാൽ ഇബ്നു റബാഹ്. അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ഹൃദയത്തെ, എന്റെ ശരീരത്തെ രണ്ട് കരങ്ങൾ കൊണ്ട് ആദ്യമായി എന്നെ ചേർത്ത് പിടിപ്പിച്ചത് ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ശരീരത്തിലേക്ക് ഒരു കൈ വന്നെന്നെ ചേർത്ത് പിടിച്ചത് എന്റെ പ്രവാചകനാണ്. അതിനു മുമ്പ് എന്റെ ഉമ്മ എന്നെ
പ്രസവിച്ചതിന് ശേഷം ഒരു കയ്യിൽ നിന്ന് ചേർത്ത് പിടിച്ചിട്ടില്ല, ഒരു കയ്യിൽ നിന്ന് താലോടിയിട്ടില്ല, ഒരു കയ്യിൽ നിന്ന് തലോടിയിട്ടില്ല, താലോടിച്ചിട്ടില്ല എന്ന് ചേർത്ത് പിടിച്ചത് എന്റെ പ്രിയപ്പെട്ട ഹബീബ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ ഡമസ്കസിൽ നിന്ന് വരികയാണ്. ഡമസ്കസിൽ നിന്ന് വന്ന് മദീനയുടെ വഴി ഇങ്ങനെ കയറുമ്പോ, മദീനയുടെ പ്രധാന കവാടം ഇങ്ങനെ കടക്കുമ്പോ അദ്ദേഹത്തെ വെൽക്കം ചെയ്തുകൊണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് പറയുന്നുണ്ട്, അബൂബക്കർ ഞങ്ങളുടെ സയ്യിദാണ്, അദ്ദേഹം മോചിപ്പിച്ച ആളും ഞങ്ങളുടെ സയ്യിദാണ്. അബൂബക്കർ ഞങ്ങളുടെ നേതാവാണ്, അദ്ദേഹം മോചിപ്പിച്ച ബിലാലും ഞങ്ങളുടെ നേതാവാണ്. ഒരടിമയെ നേതാവിന്റെ സ്ഥാനത്തിലേക്ക് എത്തിച്ച വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ. കറുത്തവനെയും ലോകത്തിന്റെ വെളുത്ത വെളുത്ത ചിത്രങ്ങളുണ്ട് എന്ന് കാണാൻ പഠിപ്പിച്ച ഗ്രന്ഥത്തിന്റെ പേരാ വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഹൃദയസ്ഥമാക്കിയിരിക്കുന്ന നിങ്ങൾ സമൂഹത്തിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ളവരാകണം. സമൂഹത്തിൽ ഏറ്റവും നല്ല അവസ്ഥകളിൽ ചിന്തിക്കുന്നവരും സംസാരിക്കുന്നവരുമാകണം. നിങ്ങളുടെ സംസാരങ്ങളിൽ പോലും ഇനി നല്ല പക്വതയുണ്ടാകണം. നിങ്ങളുടെ സംസാരങ്ങളിൽ പോലും ഇനി ഉറച്ച തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ കഴിയണം. ആ രൂപത്തിൽ നിങ്ങൾ വളർന്ന് കയറി വന്നവരാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേടുകയാണ്. ഐസിയുടെ വേദിയിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള അർഹതപ്പെട്ട അവാർഡ് ഇവിടെ നൽകപ്പെടും. അതൊരിക്കലും നിങ്ങൾക്ക് വേണ്ടിയുള്ള അർഹതപ്പെട്ട അവാർഡുകളല്ല. അതിന് കൃത്യമായ രൂപത്തിൽ അളവ് പോലും നിശ്ചയിക്കണമെന്ന് നമുക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും നിങ്ങളുടെ ത്യാഗത്തിന്, നിങ്ങൾ അനുഷ്ഠിച്ച ത്യാഗത്തിന് പകരമായി നിങ്ങൾ നേടിയെടുത്ത റിസൾട്ടിന് നമ്മളിവിടെ നൽകുന്ന ചെറിയൊരു ഉപഹാരം മാത്രമാണ് ഇന്നിവിടെ നൽകുന്ന അവാർഡുകാണ്. അവാർഡുകാണ് ഇവിടെ ഉടനെ നിർവഹിക്കപ്പെടുന്നതാണ്. എല്ലാവരും വളരെ നേരം കാത്തിരുന്ന് വന്നു ക്ഷമയോടിരിക്കുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട അതിഥികൾ എത്തിച്ചേരാനുള്ള ഒരു ചെറിയ താമസത്തിന്റെ പേരിലാണ് ഇതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്ഷമയോടുകൂടി അവസാനം വരെയും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും മാത്രമായി ഈ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അത് ഇൻഷാല്ലാ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിലേക്ക് ഇൻഷാല്ലാ നമ്മൾ കടക്കുകയാണ്. ഇതുവരെ വളരെ ക്ഷമയോടെ കാത്തിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എന്നിവിടെ അവാർഡ് ദാനം നേടിയെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഐസിഐക്കും ഇതുപോലെ അഭിനന്ദനങ്ങളും ആശംസകൾ നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 15 വർഷക്കാലമായി തിരുവനന്തപുരം തലസ്ഥാന നഗര കേന്ദ്രമാക്കി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഒരു മഹത്തായ സംഘടനയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്തും പരിസരത്തുള്ളവർക്കെല്ലാം അറിയുന്നതാണ്. നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യ പ്രഭാഷണം പറഞ്ഞതുപോലെ മനുഷ്യന്റെ കണ്ണീരൊപ്പുക അതിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് ഐസിയുടെ ലക്ഷ്യം. അത് ഭൗതികമായ വിഷയങ്ങളായാലും വിദ്യാഭ്യാസ മേഖലയായാലും ചികിത്സാ മേഖലയിലായാലും ഏത് മേഖലയിലായാലും നിങ്ങളാൽ കഴിയുന്ന സേവനങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ച് നമ്മുടെ സ്റ്റേജിന്റെ വലതുവശത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയവും ഭൗതികവുമായ വിദ്യാഭ്യാസത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് നിങ്ങളുടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഫാത്തിമ ഫൗണ്ടേഷനും അതുപോലെ തന്നെ നമ്മുടെ ആയിഷമാർക്കും ആസിയമാർക്കും ഹിഫ്ള് പൂർത്തിയാക്കിയ മക്കൾക്കുമുള്ള ആദരവാണ് ഇവിടെ നൽകുന്നത്. ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് മികവാർന്ന വിജയം നേടിയ പല ആളുകളെയും നിങ്ങൾ ആദരിക്കുന്നു. അതുപോലെ ആഫിലാത്തിന്റെ ആയ ആളുകളെ, കുട്ടികളെ, പെൺകുട്ടികളെ ആദരിക്കാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. ഏറ്റവും പുണ്യമുള്ള, ഏറ്റവും പ്രോത്സാഹനപരമായി നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു സംഗതിയാണ് ഇത്. നമുക്കറിയാം ഖുർആനിനോടുള്ള അദമ്യമായ താല്പര്യം, അതുണ്ടാകേണ്ടത് അത് തന്നെയാണ്. ഖുർആന്റെ വക്താക്കളെ, ഖുർആനോട് ജനങ്ങളെ അടുപ്പിച്ച് നിർത്താൻ അതിന് വേണ്ട എല്ലാ ഇടപെടലുകളും നമ്മൾ നടത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ മാത്രമാണ് നമുക്ക് അവലംബമായിട്ട് ഉള്ളത്. അതിൽ നിന്ന് നമ്മൾ എത്ര അകന്നു പോകുന്നോ അതിനനുസരിച്ച് നമുക്ക് പ്രതിസന്ധിയും പ്രയാസങ്ങളും നിത്യേന നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ മേഖലയിൽ ഇന്നിപ്പോൾ ഭൗതിക രംഗത്ത് സൗകര്യങ്ങളിലേക്കാണ് എല്ലാവരും ആകൃഷ്ടരാകുന്നത്. പ്രവാചകന്റെ ഒരു വളരെ മഹത്തായ
ഇവിടെ റാസി ഉസ്താദ് ഇരിക്കുകയാണ്, മുഹമ്മദ് റാസി അവർ ഇരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വളരെ ദീർഘമായ ഒരു ഹദീസ്, ഞാൻ ഓതി കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 16 കാര്യങ്ങൾ എണ്ണി പറഞ്ഞിരിക്കുകയാണ് ഹദീസിൽ. 16 കാര്യങ്ങൾ. ആ 16 കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ ഇടയിൽ നടന്നു വരികയാണ്. ഈ 16 കാര്യം ഭൂമിയിൽ ജനങ്ങൾക്കിടയിൽ വ്യാപകമായാൽ ഒരു മാല പൊട്ടി അതിലെ മണികള്, ആ മുത്തുമണികള് താഴേക്ക് ഉതിർന്നു വീഴും പ്രകാരം ദുരന്തങ്ങൾ ഭൂമിയിൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പ്രവാചകൻ ആ ഹദീസിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിലൊന്ന് പണം ആഗ്രഹിച്ച് പഠിക്കുക എന്നുള്ളതാണ്. പണം ആഗ്രഹിച്ച് പഠിക്കുക. ഇന്ന് ഏതാ നല്ല ശമ്പളം, വലിയ ശമ്പളം കിട്ടാൻ, നല്ല തുക കിട്ടുന്ന ശമ്പളം, വലിയ തുക ശമ്പളമായി കിട്ടുന്നത് ഏത് ജോലിയാ, എന്നാൽ അതിലേക്ക് കുട്ടികളെ വിടാം എന്നുള്ളയിടത്തേക്ക് പണ്ഡിതന്മാർ പോലും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്നോട് തെറ്റിത് പ്രയാസം തോന്നണ്ട. എവിടെ പഠിക്കണം, ഏത് ഡിഗ്രി എടുക്കണം, എങ്ങനെ എടുക്കണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ദൗർഭാഗ്യവശാൽ പഠനം നമുക്ക് അനിവാര്യമാണ്. എവിടെ നിന്ന് കിട്ടിയാലും വിജ്ഞാനം പെറുക്കിയെടുക്കണം എന്ന് പ്രവാചകൻ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. അത് നമുക്ക് കൈമോശം വന്ന നിധിയാണ്, അത് എവിടെ കണ്ടാലും പെറുക്കിയെടുത്തോളൂ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ ഭൗതികതയുടെ ഈ സൗകര്യങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ എല്ലാവരും അതിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. ധാർമ്മികമായി നമ്മുടെ മക്കളെ ഉയർത്തിയെടുക്കാൻ അതിനുള്ള പരിശ്രമം നമ്മൾ നടത്തിയില്ല എങ്കിൽ നാളത്തെ നമ്മുടെ ഒരു ജീവിതവും ഈ വരും തലമുറയുടെ ദുനിയാവിലെ ജീവിതവും അപകടപ്പെടുന്ന കാര്യം ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മുടെ ജില്ലയിലാണ് ഒരു 24-കാരൻ 5 ആളെ കൊന്നൊരു സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. 5 ആളെ, ഉമ്മാനടക്കം. ഉമ്മി മരിച്ചു എന്നാണ് അവന്റെ കണക്ക്. ഞാൻ ആ വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെന്ന് വീട് അറിഞ്ഞെടുക്കുകയാണ്. അപ്പൊ ഉമ്മ മരിച്ചിട്ടില്ല, അമ്മ ആശുപത്രിയിലാണ്, ബാപ്പ ഗൾഫിലാണ്, ബാക്കിയുള്ളവരെല്ലാവരും മരിച്ചു. അപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ അടുത്തുള്ള ഒരാൾ പറഞ്ഞു, ആ മരിച്ച പെൺകുട്ടി, അവന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ വീട് ആ അപ്പുറത്താണ്, ആ കവലയിൽ ഇങ്ങനെ നീങ്ങുന്നോടത്താണ്, ചൂണ്ടിക്കാണിക്കേണ്ട ദൂരെ. അപ്പൊ എല്ലാവർക്കും നിർബന്ധിച്ചപ്പോൾ ഞാൻ അവിടെ പോയി. അപ്പൊ ആ പെൺകുട്ടിയുടെ പിതാവ് ഇങ്ങനെ കൊലായിൽ മുറ്റത്തിൽ കാല് തൂക്കി ഇങ്ങനെ ഇരിക്കുകയും കുറെ ആളുകൾ ചുറ്റും കൂടി ഇരിക്കുകയും ഒരു കുഞ്ഞ് 2-3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് മടിയിലിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ചെന്ന് അയാളെ ആശ്വസിപ്പിച്ചു, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വന്ന് ഇങ്ങനെ സംസാരിച്ചു. ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പ്രയാസത്തോടു കൂടി അയാൾ കാര്യം പറഞ്ഞ് അയാൾ ആശ്വസിപ്പിച്ച് ഞാൻ ഇറങ്ങി. അപ്പൊ ഇങ്ങനെ അടുത്തുള്ള ആളുകൾ പറഞ്ഞു, ഇയാള് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായിരുന്നു അല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോ അവിടെ എല്ലാ ആളുകളും ഇങ്ങോട്ട് പറഞ്ഞു, അയാൾ മാത്രമല്ല ആ പെൺകുട്ടി ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. 21 വയസ്സുള്ള പെൺകുട്ടിയും 24-കാരനായ ആൺകുട്ടിയും രണ്ടും നമ്മുടെ സമുദായക്കാരാണ്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് താമരശ്ശേരിയിൽ മറ്റൊരു 23-കാരൻ ഉമ്മാനെ വെട്ടി മുറുക്കിക്കൊന്നത്. പോലീസിന് കൊടുത്ത മൊഴിയിൽ അവൻ പറഞ്ഞത്, എന്നെ ഗർഭം ധരിച്ചതിന് ഞാൻ കൊടുത്ത ശിക്ഷയാണ് ഉമ്മാക്ക് എന്ന് കൂടി പറഞ്ഞു. ആലോചിച്ച് നോക്കൂ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് നമ്മുടെ അടുത്ത തലമുറ, ആ തലമുറയുടെ ഉത്കൃഷ്ടരായ ഒരു വിഭാഗമായി, ഒരു തലമുറയായി നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ ഈ തലമുറ അതിന് പരിശ്രമിക്കുക തന്നെ വേണം. നമ്മുടെ നിയത്ത് അതിനായിരിക്കണം. ഹാഫിലാത്തുകളെ നമ്മൾ ആദരിക്കാൻ വേണ്ടി വിളിച്ചു ചേർത്തത് അവരുടെ ഇതിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമാകണം എന്നുള്ളത് കൊണ്ടാണ്. ആ നിയത്താണ് നമുക്കുണ്ടാവുക. അതുകൊണ്ട് അവര് ആ രീതിയിൽ അവരുടെ വളർച്ചയും അവരുടെ തുടർന്നുള്ള ജീവിത രീതിയും അതനുസരിച്ച് തന്നെ തുടരാനുള്ള പ്രചോദനവും സൗകര്യങ്ങളും അവർക്കുണ്ടാവണം. അതേപോലെ അവരുടെ പിൻഗാമികൾ, അവരുടെ കൂട്ടുകാർ, അവരുടെ സഹപാഠികൾ, അവരെയൊക്കെ ഇതിനെ പ്രചോദിപ്പിക്കുവാൻ ഇതൊരു കാരണമാകും. ഭൗതികമായും മതപരമായും
നല്ല വിദ്യാഭ്യാസം നമ്മുടെ തലമുറക്ക് കൊടുക്കണം. ധാർമ്മികമായ ചിന്തയിൽ അധിഷ്ഠമായ ഒരു തലമുറ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അതിനൊക്കെ പ്രേരകമാവട്ടെ നമ്മുടെ ഈ ICA-യുടെ ഇസ്ലാമിക് കൾച്ചറൽ അസോസിയേഷന്റെ ഈ മഹത്തായ പരിപാടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നമ്മൾ നടത്തുന്ന ഇടപെടൽ, നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് റൂബി പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു വളരെ സന്തോഷം. ഞാനതുകൊണ്ടാണ് നിങ്ങളെ അഭിനന്ദിച്ചത്. നമുക്കറിയാം, ഇന്ന് സർക്കാരുകൾക്ക് മാത്രം ജനങ്ങളെ അവരുടെ ആനുകൂല്യങ്ങൾ മാത്രം കിട്ടി ജനങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണുള്ളത്. മാത്രമല്ല, നമ്മൾ അറിയാതെ നാട്ടിൽ നടക്കുന്ന ഒരു വലിയ ദുരന്തമുണ്ട്. ഇന്ന് ദാരിദ്ര്യവൽക്കരണം നടക്കുകയാണ് നാട്ടിൽ. നമ്മളതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ദാരിദ്ര്യവൽക്കരണം നടക്കുകയാണ്. ദാരിദ്ര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദിവസത്തെ ചെലവിനാവശ്യമുള്ള വരവ് അതിങ്ങനെ ഒത്തുപോയാൽ ഒപ്പിച്ചിങ്ങനെ പോകും. അത് വരവ് കുറവും ചെലവ് കൂടുതലുമായാലോ, ഒരു കുഞ്ഞിന് അസുഖം വന്നാൽ, കുഞ്ഞിനെ പഠിപ്പിക്കാൻ മുതിർന്ന ക്ലാസ്സിലേക്ക് അയക്കേണ്ടി വന്നാൽ, ഒരു വീട് വെക്കേണ്ടി വന്നാൽ, ഈ ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സാധാരണക്കാരന്റെ ഒരു ജീവിത സാഹചര്യം ഒന്നാലോചിച്ച് നോക്കുക. നിത്യം ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആള്, അവന്റെ ഒരു ദിവസത്തെ വരുമാനം കൊണ്ട് അവന്റെ വീട്ടിലെ ചെലവ് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ വരുമാനമുണ്ട്, 1000 രൂപ അവന് ചെലവും വരുന്നുണ്ട്. 1000 രൂപ ചെലവുണ്ട്, അവന് വരുമാനം 750 ഉള്ളൂ. 250 ദിവസം അവൻ കടക്കാരനാണ്. നമ്മുടെ ഇടയിലെ ഇടത്തരക്കാരായിട്ടുള്ള വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ നമ്മളെല്ലാവരും ഉണ്ടാവും. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച സാമ്പത്തികമായി സൗകര്യമുള്ള ആളുകൾക്ക് മറ്റാളുടെ സഹായം വേണ്ട. അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ സമ്പത്തും സൗകര്യങ്ങളും അവനുണ്ട്. എന്നാൽ ഇതിന് ഇടയിലുള്ള കുറച്ച് ജനങ്ങളുണ്ട്. അവന് ഡ്രസ്സ് കണ്ടാൽ വളരെ ഭംഗിയുള്ളതായിരിക്കും, അവന്റെ പെരുമാറ്റത്തിൽ ഒരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നില്ല. എന്നാൽ അവന്റെ മനസ്സ് നീറി കഴിയുന്നവരായിരിക്കും അവൻ. നമ്മുടെ അയൽക്കാർ പോലും ബന്ധുക്കൾ പോലും അക്കൂട്ടത്തിൽ ഉണ്ടാകും. അവരെ തിരിച്ചറിയാൻ, അവരെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അവന്റെ കുറവുകൾ, അവന്റെ പ്രയാസങ്ങളെ തിരിച്ചറിഞ്ഞ് അവനെ സഹായിക്കുവാൻ നാം വ്യക്തിപരമായി സംഘടനയുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവനക്ക് ഒരു കൂട്ടമായി എന്തെങ്കിലുമൊക്കെ സമാഹരിച്ച് കൊണ്ടുപോയി കൊടുക്കണമെന്നല്ല, നാം വ്യക്തിബന്ധങ്ങളിലൂടെ അവരെയൊക്കെ തിരിച്ചറിഞ്ഞ് തന്റെ അയൽക്കാരനെയും തന്റെ ബന്ധുക്കളെയും തിരിച്ചറിഞ്ഞ് ആവശ്യമുള്ള ഒരു കൈ സഹായം അവനെത്തിക്കാൻ അല്ലാഹുവിന്റെ നിഅമത്തുകൾ ലഭിച്ച സൗകര്യങ്ങളുള്ള അനുഗ്രഹങ്ങളുള്ള ആളുകൾ തയ്യാറാകേണ്ടതുണ്ട്. ആ ഒരു മാനസികാവസ്ഥ കൂടി നമ്മൾ ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ തന്നെ ഖാദിമായി ഉണ്ടായിരുന്ന ഒരു സഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു, ഇനി ജനങ്ങളുടെ ഇടയിൽ പോയി പ്രവർത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ഇടയിൽ. അപ്പൊ തന്നെ പ്രവാചകൻ ആ പ്രവർത്തനത്തിന് കിട്ടുന്ന പ്രതിഫലം കൂടി വലിയ പ്രതിഫലം കൂടി തുറന്നങ്ങ് പറഞ്ഞു കൊടുത്തു. അപ്പൊ നമ്മള് ഖതീബ് റാസി ഉസ്താദിന്റെ കൂടെ ഒരു ഖാദിമായുള്ള ഒരാളോട് നാളെ ഇങ്ങോട്ട് വരണ്ട, നാളെ ഈ വേറൊരു പണിക്ക് പോയിക്കോ എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസം നമുക്ക് ആലോചിക്കാൻ. അത് പ്രവാചകന്റെ ഒരു ഖാദിബിനോട് ജനങ്ങളുടെ ഇടയിലേക്ക് പോയി പ്രവർത്തിക്കാൻ വേണ്ടി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിന് പ്രയാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ജനങ്ങളിടയിൽ നീ പോയി പ്രവർത്തിക്കുന്നതിന് മസ്ജിദുൽ നബവിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിന്റെ 10 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞു. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തന്നെയാണ് പറയുന്നത്. എന്റെ പ്രവാചകൻ ഇങ്ങനെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മഹാനായ പണ്ഡിതൻ തന്നെ, സഹാബി തന്നെ ബഹുത്തോട് വിളംബരം ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ നിയ്യത്തുണ്ടാകേണ്ടതാണ് പ്രവാചകൻ പറഞ്ഞ ആ ജനങ്ങളുടെ ഇടയിലെ പ്രവർത്തനം, ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കുക എന്നുള്ളത്. ഇന്നത്തെ സാമൂഹിക പ്രവർത്തനത്തെ നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ്. ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്.
നമ്മൾ കാണിച്ച് നമ്മുടെ തലമുറയെ ഇത് പഠിപ്പിച്ച് മാതൃകാപരമായി മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. അവാർഡ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട MLA കുറക്കോളി മൊയ്തീൻ സാറിനെ ഏറ്റുവാങ്ങുന്നതിനായി ആദരണീയയായ ഫൈറൂസ് ഫാത്തിമയെയും സ്വാഗതം ചെയ്യുന്നു. ഹിഫ്ള് പൂർത്തിയാക്കിയ സുഹൃത്ത ജന്മങ്ങൾക്ക് ആദരം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കൈവരിക്കാനാകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഹൃദ്യസ്ഥമാക്കുക എന്നത്. അള്ളാഹുവിന്റെ പവിത്രമായ വചനങ്ങൾ അക്ഷരം പ്രതി മനഃപ്പാഠമാക്കി അത് ജീവിതത്തിലേക്ക് പകർത്താൻ യോഗ്യത നേടിയ പ്രിയപ്പെട്ട പെൺമക്കളെയാണ് നാം ഇന്ന് ആദരിക്കുന്നത്. അസ്സലാമു ഈ പരിപാടിക്ക് വന്നുകൂടിയ എല്ലാവർക്കും എൻ്റെയും ICയുടെ നേതൃത്വത്തിൽ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.